ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. US ഫെഡിൻ്റെ മീറ്റിംഗ് ഡിസിഷൻ വന്നു. മാർച്ചിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിന് പകരം US ഫെഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇൻഫ്ലേഷൻ കൺട്രോളിൽ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് തന്നെയാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. എന്നിരുന്നാലും മാർച്ചിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. US ഫെഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ വന്നിരിക്കുകയാണ്. ഡൗ ജോൺസ് ഇന്നലെയും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 38,588.86 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് 317 പോയിൻറ്റ് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ S&P 500 79.32 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടത്. നാസ്ഡാക്ക് 345.89 പോയിൻറ്റ് വീക്കായിട്ട്. അതുപോലെ തന്നെ റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 52.59 പോയിൻറ്റ് വീക്കായിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ S&P 500 വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 14.35 ക്ലോസ് ചെയ്തിരുന്നത്. മിനിഞ്ഞാത് 13.31 ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്വല്പം വൊളാറ്റിലിറ്റിനെയാണ്. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ നിക്കായി ബെറ്റർ ആയിരുന്നു. ചൈന വീക്കായിരുന്നു. നമ്മൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് US ഫെഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം മുന്നേറിയിരിക്കുകയാണ്. $267.4 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ $264 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ വീക്കായിരുന്നു. $80.53 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ പക്ഷേ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $81.2 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ഇംപ്രൂവ്ഡ് സെൻറ്റിമെൻറ്റിലാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ളത്. മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുന്ന ആമസോൺ, അതുപോലെ തന്നെ ടെസ്ല, മൈക്രോസോഫ്റ്റ് അടക്കമുള്ള 7 സ്റ്റോക്കുകളും കുറേ കാലത്തിന് ശേഷം വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആഫ്റ്റർ അവേഴ്സിൽ എല്ലാ സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചൈനയിലെ പ്രൈവറ്റ് മാനുഫാക്ചർ ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ഇന്ന് മോർണിംഗിൽ അനൗൺസ് ചെയ്യുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ചൈനീസ് എക്കണോമി റിക്കവർ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ചൈനയിലെ ന്യൂ ഹോം പ്രൈസുകൾ ഓഗസ്റ്റ് 2021 ശേഷമുള്ള ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് ഹോം പ്രൈസസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് പുതിയ ഹോമുകളുടെ. ഇതും സൂചിപ്പിക്കുന്നത് ചൈനീസ് എക്കണോമി റീബൗണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ വന്നതിന് ശേഷം ഇന്ന് മോർണിംഗിൽ വീക്കായിരുന്ന ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് പൊതുവെ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു ചെറിയ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ന് ഓപ്പണിങ് ഓൾമോസ്റ്റ് മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു വളട്ടൈൽ ഓപ്പണിംഗ് ആണ് വിത്ത് പോസിറ്റീവ് ബയാസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇൻ്ററിം ബഡ്ജറ്റ് വരികയാണ്. അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ സെയിൽസ് ജനുവരി മാസത്തെ, അതുപോലെ തന്നെ കമ്പനി ബിസിനസ് പെർഫോമൻസസ് ഒക്കെ അപ്ഡേഷൻസ് ഇതൊക്കെ ഇന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ സെയിൽസും അതുപോലെ തന്നെ ഇൻ്ററിം ബഡ്ജറ്റും ഒക്കെയാണ് ഇന്നത്തെ വലിയ അട്രാക്ഷനായിട്ട് മാർക്കറ്റിൽ നമുക്ക് കണക്കാക്കാവുന്ന ഘടകങ്ങൾ. ഓവറോൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ GST ജാനുവരി ഹയസ്റ്റ് കളക്ഷനാണ് GST വന്നിരിക്കുന്നത്. 1,72,129 കോടിയാണ്. സെക്കൻഡ് ഹയസ്റ്റ് കളക്ഷനാണ് GST. ഇതിനു മുമ്പത്തെ 1.87 ലാക്ക് ആയിരുന്നു. ഇത് ലാക്ക് ക്രോർ ആയിരുന്നു. ഇത് ഏപ്രിൽ 2023 തീർച്ചയായിട്ടും എക്കണോമിക് ഫ്രണ്ടിൽ നല്ല ന്യൂസുകളൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇന്നലെ Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സുസ്ലോൺ അടക്കമുള്ള ധാരാളം കമ്പനികൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകളുടെ പെർഫോമൻസ് ഇതുവരെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ PSU ബാങ്കുകളാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSU ബാങ്കിങ് സ്റ്റോക്കുകളിൽ വീണ്ടും മുന്നേറ്റം കാണാനുള്ള സാധ്യതകളാണ്. പ്രത്യേകിച്ച് PNB, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ബാങ്ക് ഓഫ്
ബറോഡയുടെ റിസൾട്ടും ഇന്നലെ Q3 വന്നിരുന്നു. ബെറ്റർ റിസൾട്ടാണ്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഈ സ്റ്റോക്കും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസ് വന്നിരിക്കുന്നത് MRPL-നാണ്. MRPL ഇന്ത്യയിലത്തെ ആദ്യത്തെ AS9100D എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇൻ്റർനാഷണൽ എയറോസ്പേസ് ക്വാളിറ്റി ഗ്രൂപ്പ് കൊടുക്കുന്ന സ്റ്റാൻഡേർഡാണ് ഇത്. ഏവിയേഷൻ ഫ്യൂവലിന് കൊടുക്കുന്ന സ്റ്റാൻഡേർഡാണ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ റിഫൈനറി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ MRPL-നെ സംബന്ധിച്ച് ഏവിയേഷൻ ഫ്യൂവൽ സപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തന്നെ ഈ രംഗത്ത് ഇന്ത്യയിലത്തെ ആദ്യത്തെ റിഫൈനറി എന്ന് പറയുമ്പോൾ വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് MRPL-ന് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ MRPL കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് Paytm ആണ്. Paytm-ൻ്റെ ആപ്പോ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷനെയൊന്നും ബാധിക്കില്ല. പക്ഷേ Paytm-ൻ്റെ മറ്റൊരു സബ്സിഡിയറി അല്ലെങ്കിൽ Paytm ഹോൾഡിംഗ് കമ്പനിയുടെ മറ്റൊരു സബ്സിഡിയറി ആയ Paytm ബാങ്കിന് ഡെപ്പോസിറ്റ് എടുക്കാനോ പുതിയ ക്ലയൻറ്റിനെ ഒന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. RBI റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് Paytm സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് കാണാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഈ ഷിപ്പിംഗ് കമ്പനിയാണ്. ഈ ഷിപ്പിംഗ് കമ്പനിയുടെ 3 സബ്സിഡിയറികളും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ഓർഡേഴ്സും പുതിയത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ഫ്യൂവൽസ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന വെസൽസും അതുപോലെ തന്നെ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാക്കാനുള്ള ഓർഡറുകൾ ഓവർസീസിൽ നിന്ന് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഡ്രൈ ഡോക്കിലും പുതിയ ഡ്രെഡ്ജറിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. ഒപ്പം ഇൻ്റർനാഷണൽ ഷിപ്പുകളൊക്കെ റിപ്പയർ ചെയ്യാവുന്ന സംവിധാനങ്ങൾ വിപുലീകരിക്കാൻ പോവുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു സ്ട്രോങ് ബൈ ആയിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും കരുതണം. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും കൊച്ചിൻ ഷിപ്പ്യാർഡ് മാർക്കറ്റ് താഴെ വരികയാണെങ്കിലും കറണ്ട് ലെവലിലും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. ഒപ്പം ഒരുപക്ഷെ ബഡ്ജറ്റിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് ഒക്കെ കൊടുത്തേക്കും എന്നുള്ള റൂമേഴ്സൊക്കെയാണ് മാർക്കറ്റിലുള്ളത്. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് ഫിനാൻസ് മിനിസ്റ്റർ നടത്തുകയാണെങ്കിൽ എല്ലാ ഷിപ്പിംഗ് കമ്പനികളും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ ഒരു സ്ട്രോങ് ബൈ ആണ്. ഒപ്പം നമ്മുടെ തന്നെ ഒരു സ്ട്രോങ് ബൈ ആണ് ഗാർഡൻ റീസ് ഷിപ്പ് ബിൽഡേഴ്സ് ഒക്കെ. ഇത് PSU കമ്പനികളാണ് ഈ 2 കമ്പനികളും. ഇനി മറ്റൊരു ന്യൂസ്, മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ് ഇന്ന് മുതൽ പ്രൈസ് 5% കൂട്ടുകയാണ്. വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ദ ഹോൾ ഇയർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഈ വർഷം കൂടും. അപ്പോൾ MOIയിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഫോണുകൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾക്കുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി 15% നിന്ന് 10% ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്. ഡിക്സനാണ് ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കുന്ന മറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഇതൊക്കെ പോസിറ്റീവാണ്. ഇപ്പോൾ ഓവറോൾ ഇന്ന് വന്നിരിക്കുന്ന ന്യൂസുകളൊക്കെ പോസിറ്റീവാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് സ്വല്പം നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റി വിത്ത് ബുള്ളിഷ് ബയാസാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആസാദ് എഞ്ചിനീയറിംഗ് ആണ്. 200-250 രൂപയാണ് നമ്മുടെ റെക്കമെൻഡേഷന് ശേഷം ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ ആസാദ് എഞ്ചിനീയറിംഗ് ഹോൾഡ് ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ഒരു പക്ഷേ കറണ്ട് ലെവലിൽ നിന്നൊരു 100% റിട്ടേൺ ഒക്കെ അടുത്ത 1 to 2 ഇയറിന് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. റോൾസ് റോയ്സ് ആയിട്ടാണ് അതിൻ്റെ ടൈപ്പ്. എയറോസ്പേസ് എഞ്ചിനും അതുപോലെ ഡിഫൻസ് റിലേറ്റഡ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള ടൈപ്പാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ എല്ലാവരും വളരെ ഹോപ്പോട് കൂടി ഇരിക്കുക. ഇൻ്ററിയം ബഡ്ജറ്റ് 11 മണിക്കാണ്. നമ്മൾ 11 മണിയോട് അനുബന്ധിച്ച് നമ്മുടെ മാർക്കറ്റ് വ്യൂസും അതുപോലെ തന്നെ പുതിയ റെക്കമെൻഡേഷൻസും ഒക്കെ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ബഡ്ജറ്റ് ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.